എല്ലാ ഗേൾസും ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീനൂസ് വ്ലോഗ്. ഓക്കെ, നമ്മളിന്ന് മൈക്ക് എടുത്തിട്ടില്ല, അപ്പോ എക്കോ നല്ല രീതിക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ വാഗമണിക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായി, 10 മണിക്ക്. ബാക്കിയുള്ളവർക്കൊക്കെ ലീവ് സെറ്റായി കേട്ടോ. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു 11:30 ആയിട്ടുണ്ടാവും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന ടൈം. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറച്ച് കാര്യങ്ങളായി ലാഗായി. പിന്നെ നമ്മൾ മൈക്ക് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ മഴക്കാറുള്ളത് കൊണ്ട് തന്നെ മൈക്ക് എടുത്താൽ ചിലപ്പോൾ പണി കിട്ടിയാലോന്ന് വെച്ചിട്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലേക്ക് തിരിച്ചു ഒരു 11:30 കൂടിയിട്ട്. നമ്മളവിടെ എത്താൻ നേരത്തുള്ള കാഴ്ചകളാണിത്. എൻ്റെ അമ്മോ, കോട മൂടി കാണാൻ എന്നാ രസമാണെന്നറിയോ. നമ്മൾ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാഗമൺ വ്യൂ പോയിൻറ്റിലാണ്. അവിടെ നിന്ന് നോക്കിയാൽ അടിയിലേക്കുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം കാണാം. നമ്മൾ വന്ന വഴി മൊത്തം ആ വ്യൂ പോയിന്റിൽ നിന്നൊക്കെ കാണാൻ പറ്റും. ഞാനും ജെഫിനും ജോബിനും കൃഷ്ണയും രോഹിണി ഹരിജിയും കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ വാഗമൺ എത്തി. അവിടെ നിന്ന് വ്യൂ പോയിന്റിൽ നിന്നായാലും കുറച്ച് നല്ല ബ്യൂട്ടി പ്ലേസസ് എന്നൊക്കെ നമ്മൾ നിർത്തി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടമാണ് കേട്ടോ. വാഗമൺ അറിയാമല്ലോ, ഫുള്ള് തേയിലയാണ്. അത് കഴിഞ്ഞ് ഈ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ പോകുന്ന വഴിക്ക് കണ്ട അരുവിയാണ്, അവിടെയൊന്ന് നിർത്തി. എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് വാഗമണ്ണ് വരെ നമ്മൾ മാപ്പിട്ട് പോയത് ബൈക്കിലാണ് കേട്ടോ. ഇടയ്ക്കും തലയ്ക്കൊന്നും നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി നമ്മൾ നിർത്തിയൊക്കെ തന്നെയാണ് പോയത്. ആ ഓരോ സ്ഥലത്തു നിന്നും നമ്മൾ ഓരോ കോപ്രായങ്ങൾ കാണിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തുണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ റീൽസിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. പൈൻ ഫോറസ്റ്റിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിനൊന്നുള്ള ടൈം കിട്ടിയില്ല. ഈ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ വമ്പൻ പ്ലാനിങ്ങൊക്കെ 1.5-2 ആഴ്ച മുന്നേ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ പല സ്ഥലത്തും പോകാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, എന്തായാലും വന്നാൽ അത്രയും എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അമ്മച്ചി കൊട്ടാരം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് കുട്ടിക്കാനത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്, ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് 4 ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അൽഫാം വിത്ത് ഗാർലിക് റൈസും ആയിരുന്നു. 3 ചിക്കൻ ഫ്രൈഡ് റൈസും 1 ഷെസ്വാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡൊക്കെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതാണ് ഓപ്പൺ കിച്ചണിൻ്റെ ആംബിയൻസ് വരുന്നത്. ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി ട്രൈ ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പറ്റിയ സ്പോട്ട് തന്നെയാണ്. അവർ ഡിഫറെൻ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഫുഡ് അടി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ വിട്ടു. പിന്നെ നേരെ അമ്മച്ചി കൊട്ടാരത്തിലേക്ക്. അമ്മച്ചി കൊട്ടാരത്തെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കീഴിലാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഏകദേശം 19-ആം നൂറ്റാണ്ട് കഴിയാറാകുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ദിസ് ഈസ് അവർ അമ്മച്ചി കൊട്ടാരം ഗൈസ്. കണ്ടോ, ഫുള്ള് കാട് പടർന്ന് കിടക്കുവാണ്. പണി കഴിഞ്ഞതിന് ശേഷം രാജകുടുംബത്തിലെ പത്നിമാരാണ് അവിടെ താമസിച്ചിരുന്നത്, അതും വെക്കേഷൻ ടൈമിൽ. ഇങ്ങനത്തെ ഒരു കഥയാണ് ഗൂഗിൾ അമ്മച്ചി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ബാക്കി നിങ്ങൾക്ക് ചരിത്രം വേണമെങ്കിൽ യൂട്യൂബ് നോക്കി ഒന്നുകൂടെ പരിശ്രമിക്കാവുന്നതാണ്. ഇതുപോലത്തെ ഒരു കഥ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കൊട്ടാരത്തിന് 130 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ നമ്മൾ വന്ന സമയത്ത് അത്രയും വർഷം
പഴക്കമുള്ളൊരു സാധനമല്ലേ. അതുകൊണ്ട് തന്നെ കാടും പടലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. നമ്മൾ വന്ന സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കി നടത്തിപ്പുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം അത് അടച്ചിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അമ്മച്ചി കൊട്ടാരത്തിൽ നിന്നിറങ്ങി നമ്മൾക്ക് നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ചായ അങ്ങനെ അകത്താക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ ചായയും കടിയും എല്ലാം കഴിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. കുറേ ദൂരം യാത്ര ചെയ്യാണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൂഡി എടുത്തിട്ടു. ഞാൻ അങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് കണ്ടിട്ട് അവരത്ര നിർബന്ധിച്ചിട്ടതാണ്. കാരണം എനിക്ക് നല്ല തണുപ്പ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കയ്യും കാലും എല്ലാം കിടന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ അവർ നിർബന്ധിച്ച് ഇടിയിപ്പിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻട്രോയും വൈൻഡപ്പും നേരാവണ്ണം എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.